കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നീക്കം തടഞ്ഞ് കെ.സി. വേണുഗോപാൽ. നീക്കം കെ.പി.സി.സിയോ ഡി.സി.സി നേതൃത്വത്തെയോ അറിയിക്കാതെ എന്നാണ് വിമർശനം. രഹസ്യ നീക്കം ചോർന്നതോടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ കോൺഗ്രസ് യു.ഡി.എഫ് അംഗങ്ങൾ ഇത്തരം യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് കത്ത് നൽകിയിരിക്കുകയാണ് കെ.പി.സി.സി. കത്തിൻ്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിക്കാണ്. പ്രശാന്ത്, കോൺഗ്രസിൽ പുതിയ ചില സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ ആണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നല്ലോ കോൺഗ്രസിൽ നിന്നും വിജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മ. പക്ഷേ കെ.പി.സി.സിയോ അതാത് ഡി.സി.സികളോ ഒന്നും അറിയാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ഈ നീക്കം നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. എന്തായാലും ഇതിനെ കൃത്യതയോടെ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇതിനെ തടഞ്ഞു എന്നുള്ളതാണ്. ഇത്തരം നീക്കം പുതിയ ഗ്രൂപ്പ് നീക്കങ്ങളുടെ ഭാഗമാണ് എന്നുള്ള ഒരു കരുതൽ, അത്തരത്തിലൊരു വിചാരം വന്നതുകൊണ്ടാവുമല്ലോ ഇത്തരം യോഗം നടത്താൻ പാടില്ല എന്നുള്ള കർശന നിയന്ത്രണം വന്നത്. പ്രശാന്ത്, വിനോദ്, പാർട്ടിയിൽ തന്നെ ഒരു സൂപ്പർ പവർ ആകാനുള്ള വി.ഡി. സതീശന്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടിരിക്കുന്നത്. അതായത് കെ.സി. വേണുഗോപാൽ തന്നെ ഇടപെട്ടിരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. ആ വേണുഗോപാൽ തന്നെ ഇടപെട്ടുകൊണ്ട് നീക്കങ്ങൾക്ക് തടയിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട കത്ത് അടക്കം നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയത്. അതായത് പ്രാദേശികമായി ജനങ്ങളെ വിളിച്ചു കൂട്ടുക, അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുമായി ചേർന്ന് സംവദിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇത് സംസ്ഥാനത്തിൻ്റെ നേതൃത്വം, അതായത് കെ.പി.സി.സിയോ മറ്റ് സംഘടനാ ഭാരവാഹികളോ ആരും തന്നെ അറിയാതെയുള്ള ഒരു നീക്കമായിരുന്നു. വി.ഡി. സതീശൻ അനുകൂലികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ജില്ലാ തലങ്ങളിലടക്കം ഇങ്ങനെ ഒരു കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള നീക്കം നടത്തിയത്. ഈ നീക്കം പുറത്തു വന്നതോടുകൂടി തന്നെ, അതായത് അതിനുള്ളിൽ തന്നെ ആ കൂട്ടായ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തേക്ക് വന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് പുറത്തു വന്നതോടുകൂടി തന്നെ അതിന് ഒരു മുൻപേ എന്ന നിലയിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചു. ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ആരും പോകാൻ പാടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ സംഘടനയെ അറിയാതെ അല്ലെങ്കിൽ കെ.പി.സി.സിയോ മറ്റ് നേതൃത്വമോ നേതാക്കളോ അറിയാതെയുള്ള ഇത്തരം നീക്കങ്ങൾ പാടില്ല എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ കൂടി നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ ഈ പരിപാടിക്ക് തടയിടാനുള്ള നീക്കമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ്, അത് ഈ 5-ാം തീയതിയാണ് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്താൻ, ഈ യോഗങ്ങൾ കൂടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ തുടർന്ന് ഈ പ്രളയ സമാനമായ സാഹചര്യവും മഴക്കെടുതിയും വന്നതോടുകൂടി തന്നെ അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, ഈ കെ.പി.സി.സിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും എല്ലാം വലിയ രീതിയിൽ ഈ ഗ്രൂപ്പ് പോര് പണ്ടത്തേക്കാൾ കൂടുതൽ ശക്തമാകുന്നൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. പാർട്ടിക്ക് വിധേയനാകാതെ അല്ലെങ്കിൽ പാർട്ടിയെ കൂടി ഹൈജാക്ക് ചെയ്തുകൊണ്ടൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്നൊരു വിവരം അല്ലെങ്കിൽ എന്നൊരു ആരോപണം തന്നെ, ആക്ഷേപം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂപ്പർ പവർ ആകാനുള്ളൊരു നീക്കം നടത്തുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കേരളത്തിൽ സംഘടനയെയും, അതായത് കെ.പി.സി.സിയെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ളൊരു നീക്കങ്ങൾ വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും തമ്മിൽ പോര് വളരെ രൂക്ഷമാണ്. വി.ഡി. സതീശൻ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ കെ.പി.സി.സിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നേരത്തെ ഈ കെ.പി.സി.സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ അനുവാദമോ തൻ്റെ നിർദ്ദേശമോ ഇല്ലാതെ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന തൻ്റെ നിർദ്ദേശങ്ങൾ കൂടി മാനിക്കാതെ ഒരു നീക്കങ്ങളിലേക്ക്, കെ.പി.സി.സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന നീക്കങ്ങളിലേക്ക് പോകരുതെന്ന് എ.ഐ.സി.സി നേതൃത്വത്തോട് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഏതായാലും പാർട്ടിയെ കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. എന്നാൽ വി.ഡി. സതീശനെ തടയിട്ടുകൊണ്ട് മറ്റൊരു ഭാഗത്ത് കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും, കെ.സി. വേണുഗോപാൽ പക്ഷത്തിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഗ്രൂപ്പ് പോരിലേക്ക് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസും കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെ, അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ശ്രമമാണ് കൃത്യമായി കെ.സി. വേണുഗോപാൽ അതിന് തടയിട്ടിട്ടുള്ളത്. കെ.പി.സി.സിയോ ഡി.സി.സിയോ അറിയാതെയുള്ള ഇത്തരം യോഗങ്ങൾ പങ്കെടുക്കരുത് എന്ന് കൃത്യമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കും കൃത്യമായ കത്ത് നൽകിയിരിക്കുന്നു. ആ കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ജനൻ ടി.വി പുറത്തുവിട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.